സാധാരണക്കാർ വരുത്തുന്ന ഏറ്റവും വലിയ പിഴവ്. ബാങ്കുകൾ കൊയ്യുന്നത് ആയിരക്കണക്കിന് കോടികൾ. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. ഇന്ന് ബാങ്ക് അക്കൗണ്ടുകൾ ഇല്ലാത്തവരായി ആരും തന്നെ ഇല്ലെന്ന് പറയാം. എന്നാൽ സ്വന്തം ബാങ്ക് അക്കൗണ്ട് സംബന്ധിച്ച് പാലിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പലർക്കും അറിയില്ലെന്നതാണ് വാസ്തവം. അത്തരത്തിൽ നമ്മൾ വരുത്തുന്ന ചെറിയ പിഴവുകളിൽ നിന്ന് പോലും കോടികൾ സമ്പാദിക്കുകയാണ് ബാങ്കുകൾ. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് സൂക്ഷിക്കാത്തതിന് പിഴ ഇനത്തിൽ ഈടാക്കുന്ന തുക. 2020 മുതൽ 2024 വരെയുള്ള കാലയളവിൽ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് സൂക്ഷിക്കാത്തതിന് പിഴ ഇനത്തിൽ രാജ്യത്തെ ബാങ്കുകൾ ഈടാക്കിയത് 8500 കോടിയിലധികം രൂപയാണ്. കഴിഞ്ഞ 3 വർഷത്തിൽ മാത്രം ഇത് 56,000 കോടിക്ക് മുകളിലാണ്. ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൗധരി ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് ഈ വിവരം വെളിപ്പെടുത്തിയത്. അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് നിലനിർത്തുന്നതിന് പിഴ ഈടാക്കേണ്ടതില്ലെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തീരുമാനിച്ചതിനു പിന്നാലെയാണ് കണക്കുകൾ പുറത്തു വന്നത്. 11 പൊതുമേഖലാ ബാങ്കുകളിൽ പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് സിങ്ക് ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, യൂക്കോ ബാങ്ക് എന്നിവയുൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾ മാസത്തിൽ ശരാശരി ബാലൻസ് നിലനിർത്താത്തതിന് ചാർജുകൾ ഈടാക്കുന്നുണ്ട്. മിനിമം ബാലൻസ് സൂക്ഷിക്കാത്ത അക്കൗണ്ടുകളുടെ എണ്ണം പെരുകുന്നതോടെ പിഴ ഇനത്തിൽ ബാങ്കുകൾ വരുന്നത് കോടിക്കണക്കിന് രൂപ. രാജ്യത്ത് SBI ഒഴികെയുള്ള ബാങ്കുകൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഈ ഇനത്തിൽ സമ്പാദിച്ചത് 2331 കോടി രൂപയാണ്. കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ ഈ കണക്കിൽ സ്വകാര്യ ബാങ്കുകളുടെ വരുമാനം ഉൾപ്പെട്ടിട്ടില്ല. മുൻ വർഷത്തെ അപേക്ഷിച്ച് ബാങ്കുകൾക്ക് ഈ ഇനത്തിൽ മാത്രം 25.63% വരുമാന വളർച്ചയാണ് ഉണ്ടായത്. ഓരോ ബാങ്കുകളും തങ്ങളുടെ കസ്റ്റമേഴ്സ് അക്കൗണ്ടിൽ സൂക്ഷിക്കേണ്ട മിനിമം ബാലൻസ് തുക വ്യത്യസ്തമായിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അക്കൗണ്ടുകളുടെ സ്വഭാവം അനുസരിച്ച് മാനേജ്മെന്റുകൾക്ക് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാം. അതുകൊണ്ട് തന്നെ രാജ്യത്ത് ബാങ്ക് അക്കൗണ്ടുകളിൽ സൂക്ഷിക്കേണ്ട മിനിമം ബാലൻസ് തുകയ്ക്ക് ഏകീകരണമില്ല.